ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ നിഫ്റ്റി 24,000 കടന്നുകൊണ്ട് വലിയ പ്രതീക്ഷകൾ നൽകിയ ഒരു ആഴ്ചയായിരുന്നു. എന്നാൽ തുടക്കത്തിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതീക്ഷ പിന്നീട് ആഴ്ചയുടെ അവസാനത്തോടെ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിൽപ്പനയും എല്ലാം ചേർന്നുകൊണ്ട് മാർക്കറ്റിനെ വീണ്ടും കൂടുതൽ സെല്ലിംഗ് പ്രഷറിലേക്ക് കൊണ്ടുപോവുകയുണ്ടായത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമ്മുടെ വേൾഡ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഗ്ലോബൽ ഇൻഡെക്സുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. US മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ത്രൂ ഔട്ട് പെർഫോം ചെയ്തത്. S&P 500ഉം നാസ്ഡാക്കും ഡൗ ജോൺസും എല്ലാം പോസിറ്റീവിലാണ് ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്തത്. എന്നാൽ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ UK മാർക്കറ്റും ഫ്രാൻസും നെഗറ്റീവായിരുന്നു. പക്ഷേ അവിടെ ജർമ്മൻ മാർക്കറ്റ് മാത്രമാണ് പോസിറ്റീവ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഹൈലി മിക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഹോങ്കോങ്, ജപ്പാൻ, സിംഗപ്പൂർ മാർക്കറ്റുകളൊക്കെ ഫൈനലായിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഏകദേശം 5% വമ്പിച്ച ഫോൾ നടത്തിക്കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റായിട്ട് കാണാൻ പറ്റും. എന്നാൽ തായ്വാൻ, കൊറിയ, തായ്ലാൻഡ്, ചൈന മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒരു ആവറേജ് ഫ്ലാറ്റ് നെഗറ്റീവ് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ത്രൂ ഔട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇറാൻ അമേരിക്കയുടെ ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ ഇനിയും നീങ്ങിയിട്ടില്ല. കൂടാതെ ക്രൂഡ് ഓയിൽ വിലയിൽ അത് കാരണമുണ്ടായിട്ടുള്ള വർധനവ് അത് കഴിഞ്ഞ ആഴ്ച $120 വരെ പോവുകയുണ്ടായി. കൂടാതെ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഏകദേശം 95 എത്തിയതും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിൽപ്പനയും ഇതെല്ലാം ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് വന്നതെന്ന് കാണാൻ കഴിയും. കാരണം ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ ഡിവാല്യൂഷൻ നടക്കും, അത് FIAസിനെ സെല്ലിങ്ങിന് പ്രേരിപ്പിക്കും. ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് ഈ യുദ്ധത്തോടനുബന്ധിച്ച് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതോടൊപ്പം തന്നെ US ഫെഡ് പോളിസിയുമായി ബന്ധപ്പെട്ട് വന്ന അനൗൺസ്മെൻറ്റുകൾ, അതായത് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സാധ്യമല്ലെന്നുള്ള സൂചനകൾ ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ് ഔട്ട്കം ആയിട്ട് കാണാൻ കഴിഞ്ഞതും ഇതൊക്കെ മാർക്കറ്റിൽ നെഗറ്റീവായി മാറാൻ കാരണമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്കിൻ്റെ ഒരു ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50യും നിഫ്റ്റി മിഡ് ക്യാപ്പും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തെങ്കിലും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. കാരണം മാർച്ച് മാസത്തിലുണ്ടായ ശക്തമായ സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്മോൾ ക്യാപ്പിൽ വമ്പിച്ച കറക്ഷൻ നടന്നിരുന്നു. പല സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും ഇപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിൽ നമുക്ക് ലഭ്യമാണ്. എന്നാൽ നേരെ മറിച്ച് ലാർജ് ക്യാപ്പ് ഓഹരികൾ പലതും ഉയർന്ന വിലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ലാർജ് ക്യാപ്പിൽ ഒരു പ്രീമിയം വാല്യുവേഷൻ വന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് മൈക്രോ ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയത് നിഫ്റ്റിയിലെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള 2 സെക്ടറുകളാണ്. അതിലൊന്ന് ബാങ്കിങ് സെക്ടറും മറ്റൊന്ന് IT സെക്ടറുമാണ്. അപ്പോൾ നമുക്കറിയാം, RBIയുടെ പുതിയ നിയമങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് ബാങ്കുകൾ അവരുടെ വായ്പകൾക്കായിട്ട് ഒരു പ്രൊവിഷനിങ് മുൻകൂറായിട്ട് മാറ്റിവെക്കണമെന്ന നിയമം, അതായത് എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ്, ആ നിയമം RBI അനൗൺസ് ചെയ്തതോടുകൂടി അത് ബാങ്കുകളുടെ ലാഭക്ഷമതയെ ബാധിക്കുമെന്ന രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ട്. അത് കാരണം ബാങ്കിങ് മേഖലയിൽ ഒരു സെൽ ഓഫ് ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടും PSU ബാങ്കിൽ കണ്ടത്. അവിടെ വമ്പിച്ച ഇടിവ് നമുക്ക് കാണാൻ കഴിയും. IT സെഗ്മെൻറ്റിലേക്ക് വന്നാൽ US റേറ്റ് കട്ട് ഡിസിഷൻ ഡിലേ ആകുമെന്നതിൻ്റെ സൂചനകൾ വന്നതോടുകൂടി ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ പ്രൊജക്റ്റുകൾ കുറയാൻ കാരണമാകും എന്ന ഒരു സ്പെക്കുലേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ ഇൻഫോസിസ്, TCS, HCL Tech പോലെയുള്ള വമ്പൻ കമ്പനികൾ അവരുടെ ഏർണിങ്സ് റിപ്പോർട്ടിനോടനുബന്ധിച്ച് വന്ന വളരെ വീക്കായിട്ടുള്ള ഗൈഡൻസും IT സ്റ്റോക്കുകളുടെ ഡിപ്പിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇൻ ബിറ്റ്വീൻ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡോളറിനെതിരെ 95 എന്ന ലെവലിൽ എത്തിയത് IT സ്റ്റോക്കുകൾക്ക് പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ ഒരു ഇന്ത്യൻ റുപ്പി ഡിവാല്യുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ IT സ്റ്റോക്കുകളുടെ തകർച്ച ഇതിലും ഭീകരമാകുമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതിരുന്നതിൻ്റെ കാരണം അവിടെ ഈ ബാങ്കിങ്ങും IT ഒഴിച്ചുള്ള മറ്റ് സെക്ടറുകൾ നല്ല പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫാർമ, CPSE, റിയൽറ്റി, മെറ്റൽ, ഓട്ടോ ഈ സെഗ്മെൻറ്റിലൊക്കെ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി ഒരുവിധം പിടിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ, ഇപ്പോൾ മെയ് 4 മുതൽ 8 വരെയുള്ള ഈ ഒരു ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ്
കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ടുകൾ വരാനുണ്ട്. ഇപ്പോൾ മെയ് 4 അംബുജ സിമെൻറ്റ്, ടാറ്റ കെമിക്കൽ, കാംസ്, ബെൽ പോലെയുള്ള കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട്. മെയ് 5 ലാർസൻ ആൻഡ് ടൂബ്രോ, മഹീന്ദ്ര, ഹീറോ മോട്ടോകോപ്പിൻ്റെയൊക്കെ റിസൾട്ട് വരാനുണ്ട്. മെയ് 6 ബജാജ് ഓട്ടോ, ഗോദ്രേജ് കൺസ്യൂമർ, പോളിക്യാബ്, KPIT ടെക്നോളജി, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. മെയ് 7 ഡാബർ, ലൂപ്പിൻ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, BSE എക്സ്ചേഞ്ച് പോലെയുള്ള കമ്പനികളുടെ റിസൾട്ടുകളും വരുന്നുണ്ട്. മെയ് 8 ബാങ്ക് ഓഫ് ബറോഡ, സ്വിഗ്ഗി, കല്യാൺ ജ്വല്ലേഴ്സ്, ടൈറ്റാൻ പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെ റിസൾട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സെക്ടറുകളുടെ അപ്പ് ആൻഡ് ഡൗൺസും നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ റിസൾട്ട് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും പോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അത് നമ്മുടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അത് മാർക്കറ്റിനെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയെയും വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടാതെ അത് FIAസിൻ്റെ സെല്ലിങ്ങിനെയും പ്രേരിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെയിൻ റിയാക്ഷൻ അവിടെ നടക്കുന്നതുകൊണ്ട് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളിൽ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ FIAസിൻ്റെ ഒരു സെല്ലിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം മൊത്തത്തിൽ അവർ ഏകദേശം 70,000 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ മാർച്ച് മാസം അവർ നടത്തിയ 1,22,000 കോടിയുടെ ആ ഒരു സെല്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ സെല്ലിംഗ് അല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു സെല്ലിംഗ് തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് FIAs 70,000 കോടിയുടെ സെല്ല് ചെയ്തപ്പോൾ DIAസിൻ്റെ ബൈങ് 51,000 കോടി മാത്രമാണ്. എന്നാൽ ഇത് മാർച്ച് മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ച് മാസം FIAs 1,22,000 കോടി സെല്ല് ചെയ്തപ്പോൾ 1,42,000 കോടിയുടെ ബൈങ് നടത്തിക്കൊണ്ട് വമ്പിച്ച ഒരു ഇടപെടൽ DIAs നടത്തിയിരുന്നു. എന്നാൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഈ മ്യൂച്വൽ ഫണ്ട് സിപ്പ് മേഖലയിൽ നിന്നുള്ള ഡാറ്റകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കും. കാരണം DIAസിൻ്റെ ബൈങ് ഈ രീതിയിൽ കുറയുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് അതിൽ നമുക്ക് മനസ്സിലാവും. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോ സെയിൽസ് സെഗ്മെൻറ്റിലുള്ള ഡാറ്റയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പാസഞ്ചർ വെഹിക്കിൾ, കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനികളുടെയൊക്കെ അവരുടെ ആ ഒരു ബിസിനസ് പെർഫോമൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാസഞ്ചർ വെഹിക്കിൾ, പ്രത്യേകിച്ച് 4 വീലർ കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെയിൽസിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ മാരുതി സുസുക്കി 35% ഇയർ ഓൺ ഇയർ ഗ്രോത്തും 10% മന്ത് ഓൺ മന്തും ഗ്രോത്തോടെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ കാർ മേഖലയിൽ രണ്ടാമതായിട്ട് നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. 30% ഇയർ ഓൺ ഇയർ ഗ്രോത്തും എന്നാൽ 11% മന്ത് ഓൺ മന്ത് ഡിപ്പുമാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ മഹീന്ദ്രയുടെ പാസഞ്ചർ വെഹിക്കിളിൽ നമ്മൾ കാണുന്നത് 8% ഇയർ ഓൺ ഇയർ ഗ്രോത്തും അതുപോലെ 6% ഒരു ഡീ ഗ്രോത്തുമാണ് കഴിഞ്ഞ മന്ത് ഓൺ മന്ത് ഡാറ്റ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ മറ്റൊരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് ഹിൻഡായ് മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഏകദേശം 17% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുള്ളത്. ഇവിടെയും മന്ത് ഓൺ മന്തിൽ 5% ഒരു ഡീ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഏപ്രിൽ മാസം പൊതുവെ വെഹിക്കിൾ സെയിൽസ് കുറയാറുണ്ട്. അതൊരു നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ തോതിലുള്ള ഡിസ്കൗണ്ട് ഓഫറുകളും മറ്റും ലഭിക്കുന്നത് കൊണ്ട് തന്നെ വൻതോതിലുള്ള സെയില് മാർച്ച് മാസത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏപ്രിൽ മാസം ഒരു പുതിയ സാമ്പത്തിക വർഷമാണ്. പല വെഹിക്കിളുകളുടെയും പ്രൈസ് ഉയരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായിട്ടുള്ള ഡീഗ്രോത്ത് ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഇതേ ഏപ്രിൽ മാസം ഉണ്ടായിട്ടുള്ള സെയിൽസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നല്ല വളർച്ച തന്നെയാണ് എല്ലാ ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ള ഈ കാർ കമ്പനികളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. കമേഴ്ഷ്യൽ വെഹിക്കിളിലേക്ക് വന്നാൽ അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പം ടാറ്റ മോട്ടോഴ്സാണ്. 28% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ്, 27% മന്ത് ഓൺ മന്ത് ഡീ ഗ്രോത്തും. അതുപോലെ മഹീന്ദ്രയിൽ 14% ഇയർ ഓൺ ഇയർ ഗ്രോത്തും 1% മന്ത് ഓൺ മന്ത് ഗ്രോത്തും കാണാൻ കഴിയും. അതേപോലെ ഐഷർ മോട്ടോഴ്സിൻ്റെ വോൾവോ ആ സെഗ്മെൻറ്റിൽ ഏകദേശം 7% ഇയർ ഓൺ ഇയർ ഗ്രോത്തും എന്നാൽ 45% മന്ത് ഓൺ മന്ത് ഡീ ഗ്രോത്തുമാണ് കാണുന്നത്. അശോക് ലാലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 5% ഇയർ ഓൺ ഇയർ ഗ്രോത്തും 24% മന്ത് ഓൺ മന്ത് ഡീ ഗ്രോത്തും കാണാം. അപ്പോൾ ആ മന്ത് ഓൺ മന്തിലുള്ള ഡീ ഗ്രോത്ത് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിളിലും ഇതേ ഒരു റീസൺ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി 2 വീലർ സെഗ്മെൻറ്റിലേക്ക് വന്നാൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് ഹീറോ മോട്ടോകോപ്പാണ്. 85% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ഹീറോ മോട്ടോകോപ്പിൻ്റെ 2 വീലർ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. മന്ത് ഓൺ മന്തിൽ 17% ഗ്രോത്തും കാണാം.
എന്നാൽ ഇത്ര നാളും മുന്നിട്ട് നിന്നുകൊണ്ടിരുന്ന ടി വി എസ് മോട്ടോഴ്സിൻ്റെ 2 വീലർ സെഗ്മെൻറ്റിൽ 6% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് കാണുന്നത്. മന്ത് ഓൺ മന്തിൽ 12% ഡീ ഗ്രോത്തുമാണ്. അതുപോലെ റോയൽ ഫീൽഡിൻ്റെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള ഐഷർ മോട്ടോഴ്സ് 31% ഇയർ ഓൺ ഇയർ വമ്പിച്ച ഗ്രോത്താണ്. മന്ത് ഓൺ മന്തിൽ 1% ഡീ ഗ്രോത്തും കാണാം. അതുപോലെ ബജാജ് ഓട്ടോ 21% ഗ്രോത്താണ് 2 വീലർ സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത്. മന്ത് ഓൺ മന്തിൽ 14% ഡൗൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓട്ടോ സെഗ്മെൻറ്റിലുള്ള ഈ ഒരു ഡാറ്റ അപ്പോൾ ഷോർട്ട് ടേമിൽ ഈ കമ്പനികളുമായി റിലേറ്റഡ് ആയിട്ട് സ്റ്റോക്കുകളിലുള്ള ഒരു വളറ്റിലിറ്റിക്ക് അത് കാരണമായേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻറ്റ് നമ്മുടെ മൺഡേ വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ടുകളാണ്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ സഖ്യകക്ഷികൾക്കോ അനുകൂലമായിട്ട് ഫലം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു സൈനായിട്ട് അതിനെ കാണും. അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ഭരിക്കുന്ന പാർട്ടി നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. പ്രത്യേകിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബംഗാൾ ഇലക്ഷൻസാണ്. കാരണം അവിടെയാണ് ഭരിക്കുന്ന നിലവിലുള്ള BJP ഗവൺമെൻറ്റിൻ്റെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾക്ക് വിപരീതമായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ ഒരുപക്ഷെ മാർക്കറ്റിൽ കാണേണ്ടി വരും. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ഡേയിൽ 23,997 എന്ന ലെവലിലാണ്. ഇപ്പോൾ ഈ ഓപ്ഷൻ ചെയിൻ്റെ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ് 5-ാം തീയതി എക്സ്പയറിയുമായി ബന്ധപ്പെട്ടിട്ട് 24,300 24,500 എന്നുള്ള ആ ഒരു സ്ട്രൈക്ക് പ്രൈസിലാണ് വലിയ തോതിൽ കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളത്. അതിനാൽ 24,350 കടന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതുപോലെ പുട്ട് സൈഡിലുള്ള മാക്സിമം റേറ്റിംഗ് കാണുന്നത് 23,800 23,750 എന്ന ലെവലിലാണ്. അപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ബേസ് തീർച്ചയായിട്ടും മാർക്കറ്റിനുണ്ട്. അതുപോലെ പുട്ട് കോൾ റേഷ്യോ കാണിക്കുന്നത് 0.87 എന്ന നിലയിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു ബിയറിഷ് ട്രെൻഡാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ അവിടെ സെൽ പൊസിഷനാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അത് RSI സൂചിപ്പിക്കുന്നത് 49-50 എന്ന ഒരു ലെവലിലാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ന്യൂട്രൽ സോണാണ്. ഇപ്പോൾ മാർക്കറ്റ് അമിതമായിട്ട് ഓവർ ബോട്ടിലോ അല്ലെങ്കിൽ അമിതമായിട്ട് ഓവർ സോൾഡ് സോണിലോ അല്ല ഉള്ളത്. ഇപ്പോൾ വ്യക്തമായൊരു ട്രെൻഡ് വരണമെങ്കിൽ RSI 40 താഴെയോ അല്ലെങ്കിൽ 60 മുകളിലോ പോകേണ്ടതുണ്ട്. അതുപോലെ MACD ക്രോസ് ഓവർ നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ MACD നിലവിൽ സൂചിപ്പിക്കുന്ന ഒരു സൈഡ് വേസ് ട്രെൻഡാണ്. പ്രധാനപ്പെട്ട ലോങ് ടേം മൂവിംഗ് ആവറേജിന് താഴെയാണെങ്കിലും 20 ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഈ 20 ഡേ മൂവിംഗ് ആവറേജിന് താഴെ പോകാത്തിടത്തോളം മാർക്കറ്റ് വലിയ തോതിൽ ബിയറിഷ് ആകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ 23,750 24,350 എന്നുള്ള ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വിലയിലൊക്കെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഒരു വളറ്റിലിറ്റിയും നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗണോ നടക്കാൻ സാധ്യതയുള്ള ഇവൻറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.